അതാണ് സ്വപ്നം കണ്ടത് നേടിയെടുക്കുമ്പോൾ ആരോ ചൊല്ലും കള്ളക്കഥ ഇത് കേൾക്കാൻ നിൽക്കല്ലേ. നോക്കൂ അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത് നജീബ്ക്കയുടെ വർക്ക്ഷോപ്പിലാണ്. ഗൈസ് നോക്കൂ, എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ അടുത്ത പരിപാടിക്ക് വേണ്ടി ഇവിടെ വന്നതാണ്. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആണ് ഇന്ന് എടപ്പള്ളി സ്റ്റുഡിയോ വെച്ചിട്ട്. ഗൈസ് നോക്കൂ, നമ്മുടെ ഒരു പാട്ട് ഇറങ്ങി, ഇനി അടുത്തൊരു പാട്ടിൻ്റെ കൂടെ റെക്കോർഡിംഗ് ഉണ്ട് അല്ലേ. ഗൈസ്, ഇദ്ദേഹമാണ് നമ്മുടെ പാട്ടിന് ജന്മം നൽകിയ ആള്. ഇദ്ദേഹത്തിന്റെ പേരാണ് ജയകൃഷ്ണൻ കെ. അല്ലേ അല്ലേ. ഗൈസ്, ജോസ്മി സാറുണ്ട്, പിന്നെ നജീബൊക്കെ ഉണ്ട്. അടുത്ത നമ്മുടെ ലക്ഷ്യാര അല്ലേ. ഗൈസ് നോക്കൂ, അതായത് ഇവിടെ നമ്മുടെ നജീബ്ക്കയുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടി കൊണ്ടുവന്നു. വണ്ടിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അതായത് നമ്മളുണ്ടല്ലോ, ബാലറിൻ ഡയറക്റ്റാണ് നമ്മൾ CCTVയുടെ കണക്ഷൻ കൊടുത്തത്. അത് പോസിബിൾ അല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ബാലറി ഇറങ്ങി പോവാം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണ്ട. അപ്പോൾ അഖിലിനെ അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. ഞങ്ങൾ ഇവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? എടപ്പള്ളി അല്ലേ സ്റ്റുഡിയോയുടെ പേരെന്നാ? പോപ്പ് മീഡിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് പോകുന്നത്. അവിടെ അല്ലേ. അതായത് നമ്മുടെ പാട്ടുകാരനും ഒക്കെ അവിടെ വരും. പുള്ളിയുടെ പേരെങ്ങനെയാന്ന് കറക്റ്റ്? ഗൈസ് നോക്ക്, ചെന്നിട്ട് നമുക്ക് പുള്ളിനെ വിശദമായിട്ട് പരിചയപ്പെടാം. ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടില്ല. ഗൈസ്, ഇക്കൊരു പാട്ടിറക്കാനുള്ള തന്ത്രപ്പാടില്ല കേട്ടോ. ജേഷനെ കൊണ്ട് ട്യൂൺ ചെയ്യിക്കുന്നുണ്ട്. ഗൈസ് നോക്കൂ, പിന്നെ വേറെ ഒളിച്ചോടി വരൂല അല്ലേ. ഇതാണ് കറക്റ്റ് 11 മണിയാകുമ്പോൾ ഇവിടെ കൊണ്ടുവച്ചു. ഗൈസ് നോക്കൂ, അതായത് വണ്ടി കഴിഞ്ഞ ദിവസം ജോസ്മി സാറിൻ്റെ തറവാട്ടിൽ കയറ്റിപ്പം ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡൊന്ന് ഒരഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അല്ലേ, പിന്നെ ബാറ്ററിയുടെ ആ സംഭവം, പിന്നെ അതേപോലെ ഞങ്ങളുടെ നിക്കറൊക്കെ കീറും കേട്ടോ അതിൻ്റെ ഒരു അറ്റത്ത് കൊണ്ടിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. പിന്നെ ഒരു ഹെഡ് ലാമ്പ് അടിക്കാൻ നേരത്ത് അത് റെഡി, പിന്നെ അടിച്ചു പോകുന്നു ആ ലൈറ്റ്, അതൊന്ന് റെഡിയാക്കണം. പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ ബേക്കിലെ വെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് കേട്ടോ, അതിന് ചെറിയ ലീക്ക് ഉണ്ട്, അതൊന്ന് റെഡിയാക്കണം. കംപ്ലൈന്റ് അല്ല, കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ടെസ്റ്റ് ഡ്രൈവ് എന്താണ് ഇത് സംഭവം കണ്ടുപിടിച്ച് വരുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഗിയർ ബോക്സിന് ഒരു ചെറിയ ലീക്ക് ഉണ്ട്. അപ്പൊ അത് അടുത്ത ദിവസം അതൊന്ന് പണിയിക്കണം. ഗിയർ ബോക്സിന്റെ അതായത് അതിന്റെ അവിടെ സീലുണ്ട്, സീല് പോയി. അപ്പൊ ഗിയർ ബോക്സ് ഇറക്കി പണിയണമെന്നാണ്. നീ ആണോ തെക്ക് നോക്കി? ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് തെക്ക് നോക്കി നിൽക്കുകയാണോ? ഈ വണ്ടി ഇപ്പൊ നമ്മളിപ്പോ 1.5 വർഷം കയറി കിടന്നില്ലേ, ഈ 1.5 വർഷം തന്നെ എടുക്കും ഈ വണ്ടി ശരിയായി കിട്ടാൻ അല്ലേ. അതൊക്കെ ഒരു ചെറിയ മിസ്സിങ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഗൈസ് നോക്കൂ, അടുത്ത യാത്രയ്ക്ക് വേണ്ടിയാണ് ഈ പണിയൊക്കെ എടുക്കണം. അതായത് ഞങ്ങളുടെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടിയുടെ പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ. ഇന്ന് നമ്മുടെ വണ്ടിയുടെ RC വരും. ഇന്ന് വീട്ടിൽ RC എത്തത്തേ ഉള്ളൂ. അതായത് ഇന്ന് RC എത്തിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 99% പേപ്പർ നമ്മൾ റെഡിയാക്കി. RCയുടെ മാത്രമാണ് വിഷയം. RC വന്നു കഴിയുമ്പോൾ ബാക്കി നമ്മൾ അതും കൂടെ കൂട്ടി ബാക്കി ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം. അതും കൂടി അങ്ങോട്ട് അയക്കും. പിന്നെ നമ്മളങ്ങ് പോകും. പിന്നെ സാറിങ് വരും, പോകും. സാർ ഇന്ന് ഡൈജ് ചെയ്യാൻ മറന്നു കേട്ടോ അല്ലേ. ഗൈസ് നോക്കൂ, പിന്നെ ഈ കാണുന്ന ഒരു ക്യാരവാനാണ്. ഗൈസ് നോക്കൂ, ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നാക്കണാണ്. അതായത് സിനിമ ഷൂട്ടിങ്ങിന് ഓടുന്ന വണ്ടിയല്ലേ. ഗൈസ് നോക്കൂ, ഇക്കയുടെ വർക്ക്ഷോപ്പ് നിറഞ്ഞു. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇക്ക അതുകൊണ്ട് തിരക്കായി, ബിസിയായി. അല്ലായിരുന്നു ഞങ്ങളോട് വന്നാൻ കേട്ടോ. അല്ലേ ഇവനെ സ്കൂൾ അടച്ചു, വണ്ടിക്ക് ഓട്ടമായി. അപ്പൊ ഈ സമയത്ത് പണി ഉണ്ടാവുള്ളൂ. ആണോ ഇക്ക? പിന്നെ അത് മാത്രമല്ല, സ്റ്റുഡിയോയിൽ എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല, വലിയ സൗകര്യമൊന്നുമില്ല അവിടെ. ആണോ? ആണോടാ, സ്ഥലം കുറവാ? വെറുതെ പറഞ്ഞോടാ. ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് പോവുകയാണ് എടപ്പള്ളിക്ക്. ഇക്കയുടെ ഇന്നോവ എടുത്താണ് ഞങ്ങൾ പോകുന്നത്. ഈ വണ്ടി ഇവിടെ ഇടും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മേഴ്സിക്കുട്ടിനെ പോയി എടുക്കാണ്ട്, അതിന് ശേഷം അവിടെ ഓമിനി എടുപ്പുണ്ട്, അവനെ എടുക്കാണ്ട് ഞങ്ങൾ പോക്കോട്ടേക്കാ പോയിട്ട് വരാം. 2 മണിക്ക് അവിടെ എത്തണമെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പേ പോയി എത്തി. 2 മണിക്കൂർ നമ്മുടെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ. ആ 2 മണിക്കൂർ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ എന്നിട്ട് 2 ദിവസം എടുക്കും മിക്സിങ്, പിന്നെ അതുപോലെ എൻ്റെ വീഡിയോ, അതുപോലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് മിക്സിങ് മാസ്റ്ററിങ് ഒക്കെ ചെയ്യണം കേട്ടോ. അതേ സമയത്ത് തന്നെ ഇതുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളായി. അതായത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 10-20 വണ്ടിക്ക് മേളിൽ പണിയാൻ തന്നെ ഒന്ന് കിടപ്പുണ്ട് കേട്ടോ. ബസ്സുകൾ തന്നെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ട്രാവൽ റോഡ് ഇട്ടുണ്ട്. അഖിലിനെ പറഞ്ഞ എല്ലാ കാര്യവും ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നേരെ ജോസ്മി സാറ് ഇന്നോവ എടുക്കുന്നു. നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു അല്ലേ? നമ്മൾ എങ്ങോട്ട് പോകുന്നു അല്ലേ? ഞങ്ങൾ ആദ്യമായിട്ടല്ല, ഞങ്ങൾ 2ാമത്തെ പ്രാവശ്യമാണ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്. പക്ഷേ ഒരു പാട്ട് പാടിക്കായിട്ട് അത് റെക്കോർഡ് ചെയ്ത് അങ്ങനെ ഒരു സെറ്റപ്പിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മുടെ പാട്ട് പാടി ചേട്ടനെ കാണാം, പുള്ളിനെ പരിചയപ്പെടാം. ഗൈസ് നോക്കൂ, അതായത് ആദ്യത്തെ പാട്ട് ജനിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഈ പാട്ടും ജനിക്കുന്നത്.
അതിന് അല്ലേ അതിന് വെള്ളം നനച്ചു കൊടുത്ത ആളാട്ടോ ഇത് അല്ലേ. ഇതാണ് നമ്മുടെ മിക്സിംഗ് മാസ്റ്ററിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇക്കാന്റെ വണ്ടി നമ്മൾ എടുക്കുന്നു പോകുന്നു. പക്ഷെ നമ്മൾ പണി ഏൽപ്പിച്ച ആൾ ഇതേ പോകുന്നു. ദൈവമേ എടാ നീ പോവാണോ? നിന്നെയല്ലേ അല്ലേ ഏൽപ്പിച്ചേ ആണോ? ഗൈസ് നോക്കൂ അഖിലിനെ അല്ലേ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അഖിൽ അവിടെ ഉണ്ട്. ഓക്കെ ഇതുണ്ടോ ഇവിടെ നമ്മുടെ ഓമിനിച്ചർക്കനുണ്ട്. എല്ലാവരും ഇന്ന് രാത്രി കൊണ്ടുപോകണം കേട്ടോ. രാവിലെ കൊണ്ടുപോകണം. മേഴ്സിക്കുട്ടീനെ കൊണ്ടുപോകണം. മേഴ്സിക്കുട്ടീനെ വർഷോപ്പിൽ കൊണ്ടേ മടുത്തു അല്ലേ. ഇപ്പൊ അത് പൂർണ്ണമായിട്ട് ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. നോക്കൂ ഇന്ന് കറക്റ്റ് ഡേറ്റ് ഏപ്രിൽ 3 കേട്ടോ. ഇപ്പം 12:28 നമുക്ക് 2 മണിയാണ് നമ്മുടെ ടൈം. ഇക്കയും വേറെ എന്തൊരു ആവശ്യത്തിന് എവിടെ പോവാ കേട്ടോ. പോവാം സാറേ. യെസ് ഓക്കെ നോക്കൂ ഞങ്ങൾ കറക്റ്റ് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടസ്ഥാനത്തോട്ട് പോവാ കേട്ടോ. നോക്കൂ നോക്ക് ഇത് ഇക്കന്റെ ബാഗ് കേട്ടോ അല്ലേ. ഇത് ഞങ്ങളുടെ പാർട്ടിന്റെ ഡോക്യുമെന്റ്സും സംഭവങ്ങളൊക്കെ കേട്ടോ. അതായത് നമ്മുടെ കോപ്പിറൈറ്റ് അതുപോലെ തന്നെ അതിന്റെ ഓണർഷിപ്പിന്റെ സംഭവങ്ങൾ എഗ്രിമെന്റ് ഒക്കെയാണ്. ആദ്യത്തെ ഇക്കയാണ് പോയി റെഡിയാക്കിയത്. ഇപ്പൊ രണ്ടാമത് നമ്മളാണ് പോയി റെഡിയാക്കിയത്. അതായത് ഇവിടുന്ന് തന്നെ അതിന്റെ സെറ്റപ്പ് ചെയ്തു. അതായത് നമ്മുടെ പാർട്ടി എഴുതിയ ആൾക്കാരെല്ലാം പുറത്താട്ടോ. അപ്പൊ അവരുടെ അടുത്ത് ഇത് മേടിച്ച് പിന്നെ സെറ്റ് ചെയ്യണം കേട്ടോ. അമേരിക്ക അല്ലേ. കഴിഞ്ഞ ആഴ്ച പുള്ളി തൃപ്പൂണിത്തുറയായിരുന്നു. ഇപ്പൊ പുള്ളി പെട്ടെന്ന് അമേരിക്കക്ക് പോയിട്ടോ. ഗൈസ് നോക്കൂ അല്ലേ. ഒരു കിടു മനുഷ്യനാട്ടോ. നല്ലൊരു അടിപൊളി മനുഷ്യനാണ്. ഓ തീർച്ചയായും ഞങ്ങൾ പോയിട്ട് 2 മണിക്കൂറല്ലേ എന്നാലും ഊഹം. ഇപ്പൊ 2 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ 3, 4, 5 അല്ലേ. വണ്ടി ഇറക്കുന്ന പോലെ ആയില്ലെന്ന്. സത്യമായിട്ട് എന്റെ സ്വഭാവത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പെട്ടെന്ന് പാടി കൈ തരാൻ ചിലപ്പോൾ പറയാട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് 2-3 പരിപാടിയുണ്ട്. ഒന്നത്തെ പരിപാടി ഇതിന്റെ പരിപാടി തീർക്കണം. മേഴ്സിക്കുട്ടിനെ പോയി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടി. നല്ല ചൂടാട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. ഇന്നോവൊക്കെ നിന്ന് കത്തുവാണല്ലോ ഭർത്താവേ അല്ലേ. നല്ല ചൂടാ സാറേ. ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള മാസവും ഒരു ദിവസങ്ങളാണ് ഈ ദിവസം. രാവിലെ ദേശീയ മര്യാദയ്ക്ക് വർക്കാന്നില്ല ചൂട് കാരണം. വെള്ളം കോരി വെച്ചോ ഓടിക്കേണ്ട അവസ്ഥയൊക്കെ സന്തോഷമുണ്ട് കേട്ടോ. ഇക്കടെ യാർഡ് ഫുള്ള് നിറഞ്ഞു അല്ലേ. നോക്കൂ ഞങ്ങൾ ആദ്യമൊക്കെ ഇക്കടെ യാടി വരാൻ ഇത്ര വണ്ടികളൊന്നും ഇല്ല എന്നിട്ട് 1, 2, 3 വണ്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ ഈ വർക്ക്ഷോപ്പ് തുടങ്ങിയതിന് ശേഷം വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് വണ്ടികൾ നല്ല രീതിയിൽ കയറുന്നുണ്ട്. നോക്കൂ അഖിലിനെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. പണിയാമേട്ടാ നോക്കൂ നേരെ ഞങ്ങൾ പോവാ കേട്ടോ. അതായത് എടപ്പള്ളിയിൽ നിന്ന് നേരെ നമുക്ക് പോകേണ്ടത് വൈകിട്ടല്ലേ. നമ്മുടെ എവിടെയാ ജ്യേഷ്ഠ? നമ്മുടെ എവിടെയാ ഇത് സ്റ്റുഡിയോ? എടപ്പള്ളിയാണോ? എടപ്പള്ളി ഇപ്പൊ നമ്മള് മാളയമ്പടിയിലുള്ള വണ്ടി ഇപ്പം കിട്ടില്ല. വൈകിട്ട് കിട്ടും. ആദ്യം നമുക്ക് പാട്ട് എടുത്തിട്ട് മേഴ്സിക്കുട്ടി എടുക്കാൻ പോകട്ടോ. ആണോ? ഓക്കെ ഇവിടുന്ന് വലിയ ദൂരമില്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മളുള്ളത് മാളയമ്പടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. പറവൂർക്കവല അവിടുന്ന് കുറച്ച് ദൂരം. അപ്പോൾ എടപ്പള്ളി എത്തൂട്ടോ. അതായത് നമ്മളെ ഈ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് വേണ്ടി ഓരോ ടൈമിങ്ങിന് ബുക്ക് ചെയ്ത് വെച്ചേക്കട്ടെ. ഈ ടർഫൊക്കെ ബുക്ക് ചെയ്യൂലേ എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ നമ്മുടെ പരിപാടി പാടിപ്പോ അല്ലേ അല്ലേ. ഗൈസ് നമുക്ക് എല്ലാവരുടെ അഭിപ്രായം കേട്ടതിലും അറിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഗൈസ് പിന്നെ ഒരു കാര്യം, നമ്മുടെ സിനിമ പെട്ടെന്ന് പിന്നെ നമ്മൾ എടുക്കുകയല്ല. അതായത് 3 മാസത്തിന് ശേഷമാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പിന്നെ ഉള്ള വർക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുക. പിന്നെ അത് പല പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുക. പിന്നെ അത് മാത്രമല്ല 6-ാം തീയതി മുതൽ നമ്മുടെ സിനിമയുടെ പിന്നെ എഴുത്തും കാര്യങ്ങളും തുടങ്ങും. ഏതാണ്ട് 1-2-3 മാസത്തോളം 1-2 മാസത്തോളം എന്തായാലും അതിൻ്റെ എഴുത്തും കാര്യങ്ങളും പിന്നെ കറക്ഷൻസും അതുപോലെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഈ എറണാകുളത്ത് വൈപ്പിന് ഭാഗത്താട്ടോ അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കണേ. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റ് അതായത് അവർക്ക് പിന്നെ ഇതൊക്കെ എടുത്ത് കൊടുക്കണ്ടോ റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് സ്വസ്ഥമായിട്ട് എഴുതാനുള്ള സംവിധാനങ്ങളൊക്കെ അല്ലേ ഗൈസ് നോക്കൂ. അപ്പം അവർക്ക് നമുക്ക് എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ എഴുതി അവർക്ക് പിന്നെ വീട് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ അഡ്വാൻസ് കൊടുത്തു. അപ്പോൾ ഇനി അവർക്ക് അതിൻ്റെ ബാക്കി ഫുൾ അഡ്വാൻസും കൂടെ കൊടുക്കണം. എന്നിട്ട് വേണം അവർക്ക് അവിടെ ഇരുന്ന കഥയും കാര്യങ്ങളൊക്കെ എഴുതി അവർക്ക് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ ദിവസം കൊണ്ട് തീർക്കണം. ഒറ്റ ദിവസമുള്ള നമ്മുടെ മുമ്പിൽ. എന്താണ് ഇങ്ങനെ ഹറിബറി ആയിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി തന്നെ തിരിച്ച് നാട്ടിൽ പോകണം. ഒന്നത്തെ കാര്യം സാറിൻ്റെ വീട് പണി നടക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ RC ബുക്ക് ഇന്നാണ് വരുന്നത്. അപ്പോൾ RC ബുക്ക് ഇന്ന് വരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫോട്ടോയും കോപ്പികളൊക്കെ എടുത്ത് ബോംബെക്ക് അയച്ചു കൊടുക്കേണ്ട ആവശ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പെൻഡിങ് ആണ്. കാരണം 1 മാസത്തോളം നമുക്ക് വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നികത്തി സെറ്റപ്പ് ആക്കി എടുക്കണം കേട്ടോ. ഓ ഗൈസ് നോക്കൂ അങ്ങനെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി പോവാണ്. ഓ ഗൈസ് നോക്കൂ ഞാനും ലിവിനും 1.5 വർഷം 1 വർഷം 1.5 വർഷത്തോളം ഞങ്ങൾ അധ്വാനിച്ച ഹോട്ടലിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തിയിട്ടോ. അതായത് നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചതിന് ശേഷം 2-3 അതായത് റാഡിസൺ, താജ് അതുപോലുള്ള ഹോട്ടലിലൊക്കെ നിന്നതിന് ശേഷം അവസാനം ഞങ്ങൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഷെഫായിട്ട് വർക്ക് ചെയ്ത ഹോട്ടലായിട്ട് ഇപ്പം നമ്മൾ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത്. അതായത് എത്ര 2018-17
മുമ്പിൽ ഗൈസ് നോക്കൂ, ഇതാട്ടോ കാണുന്ന ഹോട്ടല്. ഇവിടെയായിരുന്നു ഞങ്ങൾ വർക്ക് ചെയ്ത ഹോട്ടൽ കേട്ടോ. ഗൈസ് നോക്കൂ, ഇപ്പം അന്നും ഇന്നും എല്ലാം ഒരേപോലെ തന്നെ അല്ലേ ലിബി? ഓ, ഇതിന്റെ അകത്തൊരു കിച്ചൺ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് ഞങ്ങൾ കിടന്ന് ഞെരിഞ്ഞി, ദൈവമേ, ഡ്യൂട്ടി ഒരിക്കലും ആലോചിക്കാൻ പറ്റില്ല കേട്ടോ. ആ ഒരു ജീവിതം, ആ ഒരു സമയം കേട്ടോ. അതായത് മര്യാദക്ക് ഉറക്കമില്ല, ഡ്യൂട്ടി. അന്നൊക്കെ ഉണ്ടല്ലോ ഈ ഒനിയനൊക്കെ കട്ട് ചെയ്ത് ഇത് കണ്ടോ, സത്യം പറഞ്ഞ കേട്ടോ, ഇതുണ്ടോ ഒനിയനൊക്കെ കട്ട് ചെയ്തുണ്ടോ, ഈ കാണുന്ന പാടൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ കട്ടായി പോകുന്ന കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കട്ടായി പോയതായിരുന്നു കേട്ടോ. നിനക്കുണ്ടോ കാണിക്കാൻ? ഇതൊക്കെ എന്റെ ഹോട്ടലിന്റെ ബാക്കി പത്രം കേട്ടോ. ഈ കാലിന്റെ സൈഡിലേക്ക് പൊള്ളി എവിടെയാ ഗൈസ് നോക്കൂ, ഇതൊക്കെ ഈ ഹോട്ടൽ ജീവിതത്തിന്റെ ബാക്കി പത്രം കേട്ടോ. ഇതായിരുന്നു അതിന്റെ ബേക്ക് സൈഡ് കേട്ടോ. ഇതിന്റെ അങ്ങേ സൈഡിലൊരു സ്ഥലത്താണ് കിച്ചൺ. ഗൈസ് നോക്കൂ, ദുരിത ജീവിതമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുരിത ജീവിതമായിരുന്നു. കാരണം എപ്പോഴോ ചെല്ലുന്നു, എപ്പോഴോ ഉറങ്ങുന്നു, വിളിക്കുമ്പോൾ തന്നെ ഓടി വരുന്നു. അതായത് ഇവിടുന്ന് തമ്മനത്ത് മറ്റൊരു സ്റ്റുഡിയോ ഉണ്ട്, ആ സ്റ്റുഡിയോയുടെ പേര് ഞാൻ പറഞ്ഞത്. ആ സ്റ്റുഡിയോയുടെ തൊട്ടടുത്താണ് ഈ കാണുന്ന ഇവരുടെ പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു, ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് 8300 രൂപയായിരുന്നു സാലറി കേട്ടോ. 8300 രൂപ സാലറി. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയത്, അല്ലേ ലിബിനെ, ഇങ്ങനെ നിന്നാ പോരാ അല്ലേ? അത് 8 നില പൊട്ടി കേട്ടോ. നോക്കൂ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പരിപാടികളൊക്കെ കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഇവിടുന്ന് ഏതാനും നിസ്സാര ദൂരം മാത്രമുള്ളതെന്നാണ് പറഞ്ഞു കേട്ടോ. അതായത് എത്ര ഗൈസ് നോക്കൂ, ഏതാണ്ട് 150 മീറ്റർ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ സ്റ്റുഡിയോ കിട്ടും കേട്ടോ. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സ്റ്റുഡിയോയിൽ എത്തി കേട്ടോ. ഈ കാണുന്നതാണ് സ്റ്റുഡിയോ, പോപ്പ് മീഡിയ ഹൗസ് അല്ലേ? അല്ലേ? ഗൈസ് നോക്കൂ, അത് തന്നെ കേട്ടോ. അപ്പം ഇവിടെയാണ് നമ്മുടെ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമ്മൾ നമ്മുടെ ഇന്നോവ ചെറുക്കനെ ഇവിടെ നിർത്തി. ഇനി നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം കേട്ടോ. 2 മണി കേട്ടോ നമ്മളോട് പറഞ്ഞ സമയം. നമ്മൾ കറക്റ്റ് 2:02 എത്തി. എത്ര മണിക്ക് എത്തി? എത്ര എത്തി? 2:05. ഓക്കെ നോക്കൂ, സാറിന് നല്ല ക്ഷീണം കേട്ടോ. കാരണം ഇന്നലെ 2:30 വണ്ടി എടുത്താണ്, 11 മണിക്ക് കൊണ്ട് വെച്ചു, ഉറങ്ങിയിട്ടില്ല. ഇനി കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് തന്നെ പോവാൻ. ഇന്നലെ രാത്രി കോഴിക്കോട് നിന്നല്ല നമ്മൾ കൈമാറിയത്. കോഴിക്കോടല്ല, മാഹിക്കപ്പുറം. മാവിരുന്ന് കുറച്ച് രണ്ടുപേരും കൂടെ കയറി അല്ലേ? ഞാൻ ഭയങ്കര സ്വപ്നങ്ങളിലായിരുന്നു കേട്ടോ വണ്ടിക്കകത്ത് കിടന്ന്. ഞാൻ സ്വപ്നം കണ്ട് മൂത്ത് വരുമ്പോൾ സാർ ഒറ്റ ചവിട്ടി കിട്ടും. അപ്പൊ ഞാൻ താഴെ വരും കേട്ടോ. ഗൈസ് നോക്കൂ, ഇവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ച് കുടിച്ചിട്ട് പോട്ടാ. ചൂട് കാരണം സഹിക്കാൻ പറ്റുന്നില്ല, മുടിഞ്ഞ് ചൂടാട്ടോ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിലെത്തി. ഇത്ര നേരം നല്ല കിടിലൻ സൗണ്ട് ആയിരുന്നു. പക്ഷെ ഇപ്പം പണി പാടി, കാരണം ഇത് ഫുൾ അക്കോസ്റ്റിക് ആട്ടോ. ഗൈസ് നോക്കൂ, അതായത് ഏതാ കണ്ടേ? ഗൈസ് അത് വലിയ പണി കേട്ടോ, അത് വേണ്ട. ഗൈസ് നോക്കൂ, അതായത് ഇതാണ് നമ്മുടെ മിക്സ് ചെയ്യുന്ന സ്ഥലം. അതായത് ഈ കാണുന്ന ഇതിൻ്റെ അകത്താണ് അല്ലേ? അങ്ങനെയല്ലേ? ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടിക്കകത്തുള്ള അതേ റിമോട്ട് കേട്ടോ. നോക്കി മിസ്സി ബുഷിയുടെ. ഗൈസ് ഇതാണ് സംഭവം കേട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ സംസാരിക്കാൻ നേരത്ത് നമ്മുടെ വോയിസ് കട്ടാകുന്നില്ലേ? നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത, പക്ഷെ ഇതിന്റെ ഇത് കണ്ടപ്പോ നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അല്ലേ? ഇതിന് മുടിഞ്ഞ പൈസ അക്കോസ്റ്റിക് റൂമിൽ സെറ്റ് ചെയ്യണം അല്ലേ? ഗൈസ് നോക്കി, അതായത് നമ്മൾ എത്ര സൗണ്ട് എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാലും ഇതിനത്ര ഒരു പതർച്ച ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതേ സമയത്തിന് വേറൊരു കാര്യം പറയാൻ പറഞ്ഞത്, അതായത് നമ്മുടെ പാട്ട് പാടിയ ചേട്ടനാണ് ഈ ചേട്ടൻ. ഇദ്ദേഹമാണ് നമ്മുടെ പാട്ട് പാടിയത്. ചേട്ടന്റെ പേര് പറയാവോ? രഞ്ജിത്തേരനാണ് നമ്മുടെ പാട്ട് പാടിയത്. കുറെ അല്ലേ നമുക്ക് കുറെ പേർക്ക് ഇഷ്ടപ്പെട്ട വോയിസ് ആണ്. എല്ലാവരും ചോദിച്ചായിരുന്നു ആരായിരുന്നു പാട്ട് പാടിയെന്ന്. അപ്പോൾ ഇദ്ദേഹമാണ് പാട്ട് പാടിയത്. ചേട്ടൻ അടുത്ത പാട്ടും കൂടി നമ്മൾ പാടാൻ പോവാണ്. ഇതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളുമാണ്. അത് നമ്മുടെ മിക്സർ ഭക്ഷണം കഴിച്ചിട്ടില്ല, അപ്പം മിക്സർ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം വരും. അങ്ങനെ പറയാം, ആയിക്കോട്ടെ, അങ്ങനെ പറയാം അല്ലേ എന്നേട്ടാ? അങ്ങനെ ഗൈസ് നോക്കൂ, അതായത് പിന്നെ ഇവിടെ എല്ലാം സംഭവം സെറ്റ് ചെയ്യണം. എന്തോ ഫയലും സംഭവമൊക്കെ ഉണ്ട്, ഹാർഡ് ഡിസ്കിൽ കൊണ്ടുവന്ന് നോക്കണേ. അപ്പൊ അത് ഇതിന്റെ അകത്ത് സെറ്റപ്പ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എവിടെയാട്ടോ പാടുന്നേ? ഗൈസ് ഇതിന്റെ അകത്താട്ടോ പാടുന്നത്. അതായത് ഈ ഒരു വിൻഡോയ്ക്ക് അകത്തോടെ വോയിസ് ബൂത്ത്. അപ്പൊ ഇതിന്റെ അകത്താണ് പരിപാടി. ആദ്യം അങ്ങനെയാ? അപ്പൊ ഇതാണ് ഇടി വെട്ടിയവനെ പാമ്പ് പിടിച്ചെന്ന് പറഞ്ഞ സാധനം അല്ലേ? ഗൈസ് നോക്കൂ, ഇനി അതിന്റെ അകത്ത് ലൈറ്റ് ഇട്ട് ചേട്ടൻ അതിന്റെ അകത്ത് പറഞ്ഞതനുസരിച്ച് ബാക്കി കാര്യങ്ങളോട് ചെയ്യും. നമ്മുടെ ട്രാക്കും കാര്യങ്ങളൊക്കെ ഇതിന്റെ അകത്ത് വലിച്ചിടുന്നത്. ഇത് ഫൈനൽ കട്ടാണോ ചേട്ടാ? ഇത് പ്രോ ടൂൾസ് ആപ്പിളിന്റെ വീഡിയോ എഡിറ്റിംഗ് ഗൈസ് നോക്കൂ, ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല കേട്ടോ. ഇതാണ് സംഭവം. ചേട്ടൻ ഞാൻ അവിടെ നിന്ന് ഒരു പ്രാവശ്യം കീച്ചി.
ഇവിടുന്ന് ഇനി രണ്ടാമതും കിച്ചു. അപ്പൊ ഒരു 500 കുറച്ച് തന്നെ കേട്ടോ. നമുക്ക് ഈ സാധനമാണ് തന്നെ ആടുന്ന സാധനം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻ കയറുന്ന അനുസരിച്ചാണ് ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. ഇതൊക്കെ പ്രൊഫഷണൽ സെറ്റപ്പ് ഉള്ള സാധനങ്ങളാണ്. അതായത് ഈ കാണുന്ന സാധനത്തിന് 2 ലക്ഷം രൂപ വില ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. 12 ആണോ? 2 ഒരു 2 സ്പീക്കറിന് സ്പീക്കർ സബ് എന്തിയെ അതിന്റെ അടിയിൽ. നോക്ക് ഇതിന്റെ അടിയിൽ സബ് ഉണ്ടോ? ഇവര് പറഞ്ഞതെന്ന് വെച്ചാല് ഇതാണ് സബ്. പിന്നെ നമ്മൾ എന്താണ് യഥാർത്ഥ സൗണ്ട്, ആ സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? ഗൈസ് നോക്കൂ, ഇപ്പൊ എന്നാ ഈ നടത്തുന്നേ ചേട്ടാ? ട്രാക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പാടാനുള്ള ട്രാക്ക്, അതായത് വോയിസ് ഇല്ലാത്ത പാടാനുള്ള ട്രാക്ക് ഉണ്ട്. ആ ട്രാക്ക് നമ്മളിപ്പോ എടുത്ത് ട്രാക്കിന്റെ മുകളിലേക്ക് സിംഗർ പാടും. മൈനസ് ട്രാക്ക് എന്ന് പറയും. എന്നിട്ട് അതിനുശേഷമാണ് നമ്മളത് മിക്സ് ചെയ്ത് പാട്ടാക്കി ഇറക്കുന്നത്. ഫസ്റ്റ് പരിപാടി നടക്കുന്നുള്ളൂ. ഗൈസ് നോക്കൂ, അപ്പൊ ഇതിന്റെ അങ്ങനെയാണ് പരിപാടി കേട്ടോ. അതായത് വോയിസിന്റെ മറ്റേ ഇൻസ്ട്രുമെന്റ്സിന്റെ സംഭവങ്ങളൊക്കെ ഇതിന്റെ അത് വലിച്ചിട്ട് സെറ്റപ്പ് ചെയ്യും. ഇതാണോ ട്രാക്ക്? ഗൈസ് ഇതാട്ടോ ട്രാക്ക്. ജയകൃഷ്ണൻ ഉണ്ടാക്കിയ ട്രാക്ക് അല്ലേ ഇത്? ഓ ഗൈസ്, അവൻ ഉണ്ടാക്കിയ ട്രാക്ക് അവൻ തന്നെ കാണാം കേട്ടോ. അതായത് അവൻ ജനിപ്പിച്ച് വെള്ളം ഒഴിച്ച് തളർത്തി വളർത്തിയ ആ സാധനമാണ് ഇത്. അല്പം ഇതാണ് ചേട്ടൻ പാട്ട് പാടുന്ന സംഭവം കേട്ടോ. ഓ ഇതാണ് മൈക്ക്. ഒന്നുകൊണ്ട് അതേ സാധനം കേട്ടോ ലിവിനെ. ഇതാണ് മൈക്ക്, ഇതാണ് ഹെഡ്ഫോണ്, ഇത് മൈക്ക്, ഇത് പോപ്പ് ഫിൽറ്റർ, അത് തുപ്പല് ഗൈസ് നോക്കൂ, ആ സംഭവമാണ് ഇത്. ഇവിടെ ഇരിക്കുന്നു, ഇവിടുന്നാണ് പരിപാടികൾ നടത്തുന്നുണ്ടോ. ഇതേ സംഭവം വെച്ചു. ഇനി ചേട്ടന് നമ്മളായിട്ടൊരു ബന്ധമില്ല, പുറത്ത് വരുന്നൊന്നും അവിടെ കേൾക്കൂല കേട്ടോ. ഇതില് ഡബിംഗ് ഒക്കെ ചെയ്യുമ്പോ ഈ സ്ക്രീനിൽ വിഷ്വൽ കാണും, ഇവിടെ പറയാം. ഓ അങ്ങനെയാണോ? ഓഹോ, ഇതിൻ്റെ അകത്ത് പിന്നെ വിഷ്വൽ കണ്ടിട്ട് ഇവിടുന്ന് പറയും. പിന്നല്ലേ സാറേ, വോയിസ് മൊത്തം കട്ടാവുക അല്ലേ? എത്ര ഭാഷ എടുത്ത് സംസാരിച്ചിട്ടും കിട്ടണില്ല അല്ലേ? ഇവർക്ക് വേണ്ട കേൾക്കുന്നത് ഒരു ഹെഡ്ഫോണിൽ കൂടിയാണ്. ആ ഹെഡ്ഫോണിലെ ഔട്ട് ഒരിക്കലും മൈക്കുമായിട്ട് വരുന്നില്ല. ഈ മൈക്കിലെ ഔട്ട് മാത്രമേ ഇവിടെ മോണിറ്റർ കിട്ടത്തുള്ളൂ. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞങ്ങൾ സംഗീതം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഗൈസ് നോക്കൂ, അതായത് ചേട്ടൻ ഇത് കണ്ട ഇവിടെ നമ്മൾ ഇതിന് തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അതായത് ഈ കാണുന്ന ചേട്ടൻ്റെ ഫോണിലാണെന്ന് തോന്നുന്നത് അതിന്റെ വരികളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ അവർ അതിനനുസരിച്ച് കോർഡിനേറ്റ് സംഭവങ്ങളൊക്കെ ചെയ്യും. ഇത് കൊള്ളാട്ടോ ഈ പരിപാടി അല്ലേ ലിവിനെ? പക്ഷെ ലക്ഷക്കണക്കിന് രൂപ ആണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്യണല്ലേ. റിഫ്ലക്ഷൻസ് എല്ലാം കട്ടാവും. ഇതിനെന്നാ പറയുന്നത്? അക്കോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതിനൊരു നോർമൽ റിവേർബ് ഉണ്ടാവില്ല, ഇത് തട്ടി തിരിച്ചു വരുന്നത്. അത് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുമ്പോൾ വോയിസ് ഭയങ്കര ഡ്രൈ ആയി. ഞാൻ എന്റെ വീട്ടിലെ തിയേറ്ററിൽ എമഹ മേടിച്ചു, ഇപ്പൊ നമഹയായി. കാരണം അതിനകത്ത് അക്കോസ്റ്റിക് ഇല്ല, വോയിസിന് ക്വാളിറ്റി ഇല്ല. പോയിട്ട് ഒരു ഭിത്തിക്ക് അടിച്ച് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ അതാകെ കലങ്ങും അവിടെ. എത്ര ഒച്ചത്തിൽ പറഞ്ഞിട്ട് സൗണ്ട് ഇല്ല അല്ലേ? നമ്മള് പറയുന്ന ഇത് ഇത്ര ഉള്ളു. നമുക്ക് ഇപ്പൊ ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ചേട്ടൻ പ്രാക്ടീസ് ചെയ്യും. അതൊരു പുള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ചെയ്യും, പാടാൻ ഒന്ന് എയിമാവും. ഓ ഗൈസ് നോക്കൂ, അപ്പൊ അവരതിനനുസരിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ. ഇത് ആണോ? ചേട്ടനൊന്നും കേൾക്കാൻ പറ്റുന്നില്ല? എല്ലാം കേൾക്കാം. അപ്പം കുറ്റം പറയാതിരിക്കാം അല്ലേ? ഇതങ്ങനെ ചെവിയിൽ അങ്ങനെ കട്ടാവില്ല, അത്യാവശ്യം കേൾക്കാം. എന്നാലും നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. ഇല്ല ഇല്ല ഇല്ല. സാധാരണ നമ്മൾ അവിടുന്ന് പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേൾക്കാനും പിന്നെ അതുപോലെ ഈ ട്രാക്ക് ഇതിലാണ് കേൾക്കുന്നത്, അത് കേട്ടിട്ടാണ് പാടുന്നത്. പറയാൻ പറ്റില്ല, ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് അല്ല ഒരിക്കലും. സംസാരിക്കുന്ന ഇവിടെ കേൾക്കില്ല. അപ്പൊ അതിനുള്ള ഒരു മാർഗം ഈ ഒരു ഹെഡ്ഫോൺ മാത്രമാണ്. പിന്നെ ഇത് ബൂത്താണ്, ഇതിനും അതിനും വ്യത്യാസമുണ്ട്. അക്കോസ്റ്റിക് അതിന് സൈഡില് ബേസ് ട്രാപ്പ്, ഇതോ ഇതിന് അതുണ്ടാവില്ല. ഇത് വോക്കൽ മാത്രമേ. ചേട്ടൻ ഇതും കൂടി എത്രാമത്തെ പാട്ടാ പാടാൻ പോകുന്നത്? കുറച്ചൊരു 10-20ഓളം പടങ്ങൾ പാടി. റഫ് ഓഡിയോ ചേട്ടനും കൂടി പാടിച്ചായിരുന്നു. അന്ന് ചേട്ടന് പനി തൊണ്ടവേനൊക്കെ ആയിരുന്നു. ഇന്നിപ്പം ഒരു രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് കലക്കും ഇല്ല ചേട്ടാ? ഓക്കെ നോക്കൂ, എന്തായാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് ആ 2 മണി എന്ന് പറഞ്ഞ സമയത്ത് വന്നു. ഇനിയിപ്പോൾ ചേട്ടൻ പോയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണ്ട താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. പോയ ചേട്ടൻ തിരിച്ചു വന്നു കേട്ടോ. ചേട്ടൻ അങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ട് അല്ലേ, മുടിയൊക്കെ അഴിച്ചിട്ട് അതുവേണ്ടി തയ്യാറെടുത്തിരിക്കുക കേട്ടോ. അപ്പം നമ്മുടെ പാട്ട് പാടുന്ന ചേട്ടൻ അത് സ്റ്റുഡിയോയ്ക്കുള്ളിലുണ്ട്. ആ പുള്ളി അവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മിക്സിങ്ങും പരിപാടിയും അത് ഇവർ പറയുന്ന രീതിയിൽ പുള്ളി അവിടെ പാടി സെറ്റപ്പ് ചെയ്യും കേട്ടോ. അതായത് ഒറ്റ സ്ട്രെച്ചാണോ? ഓ ഇത് വീഡിയോ എഡിറ്റിംഗ് പോലെ തന്നെ കട്ട് ചെയ്താ ജോയിൻ ചെയ്യുന്നത്? ഒരു പിന്നെ കുറെ കണക്കുകളുണ്ട്, ബാർ കണക്കെന്നൊക്കെ പറയും. 2 ബാർ പാടും. അങ്ങനെ അറിവൊക്കെ പറഞ്ഞേ ആ കണക്കിനനുസരിച്ച് വേണം ഈ സെറ്റ് ചെയ്യാൻ. ഓക്കെ നോക്കൂ, അപ്പോൾ ഒരു പരിപാടി തുടങ്ങും കേട്ടോ. നമ്മുടെ ട്രാക്ക് ഇവിടെ പ്ലേ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ചേട്ടനെ ഇല്ലേ പറയുന്ന പുള്ളി കേൾക്കാൻ വേണ്ടി ഈ മൈക്ക് വഴി അവിടെ കേൾക്കുന്നുണ്ട്. ഓ കേൾക്കാവോ?
പുള്ളി ചിരിക്കുക കേട്ടോ. അത് ഇവിടെ നമുക്ക് കൺട്രോൾ ഉണ്ട്. ആ സ്വിച്ച് ഓൺ ആണെങ്കിൽ മാത്രമേ ഇപ്പൊ നമ്മൾ പറയുന്നൊന്നും അവിടെ കേൾക്കില്ല. ആ സ്വിച്ച് ഇത് ന്യൂജൻ സിസ്റ്റങ്ങളാണ് ഇരിക്കുന്നത് മൊത്തം. എല്ലാം അത്യാവശ്യം ലേറ്റസ്റ്റ് പരിപാടികളാണ്. ആണോ? ഏറ്റവും ബെസ്റ്റ് ജനല ആണോ? വേൾഡില്ല ഏറ്റവും ബെസ്റ്റ് മോണിറ്ററിൽ ഏറ്റവും നല്ലതല്ലേ ആപ്പിള്. ഓഹോ, ഇത് കൊള്ളാല പരിപാടിയല്ല. ഇത് മൊത്തം എത്ര രൂപയുടെ സാധനം ഉണ്ടോ ചേട്ടാ? കൂടി ഉണ്ടാവോ? മൊത്തം സ്റ്റുഡിയോ ഉണ്ട്. ആ, പിന്നെ ഈ ഒരു സെറ്റപ്പ് മാത്രം നോക്കിയാൽ ഒരു 12 അത്രയും വരും. ഇത്ര സാധനം ലക്ഷം രൂപയുടെ മുകളിലുള്ള സാധനങ്ങളുണ്ടാവും. എന്റെ അല്ല, അതിന് 12 ലക്ഷം രൂപയല്ലേ സ്പീക്കറിന്? മോണിറ്റർ 1.5. ഇതിന് 1.5. പിന്നെ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന പ്ലഗിൻസ് എന്ന് പറയും, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എല്ലാം പൈസ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ പാട്ടിന്റെ പരിപാടി കഴിഞ്ഞു. അതായത് ഫൈനൽ പരിപാടി എല്ലാം കഴിഞ്ഞ് സെറ്റപ്പ് ആക്കി. ഇനി ഇവിടെ മിക്സിംഗ്. നമ്മുടെ പാട്ട് ചേട്ടൻ ഇറങ്ങി, ചേട്ടന്റെ ട്രൗസർ കയറിയെന്ന് പറഞ്ഞ അല്ലേ? ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാ ചേട്ടൻ പാടിയത് അല്ലേ? ഗൈസ് നമ്മൾ വിചാരിച്ചു, അതായത് ഇതൊക്കെ ഒരു എന്താ പറയുക, ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് പാടണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് സാധനം ഇട്ട് ഇങ്ങനെ പാടി ഭയങ്കര ഫ്രസ്ട്രേഷൻ ഒക്കെ എടുത്ത് അല്ലേ ചേട്ടാ? ഇത്ര ഒരു മുറുമുറുക്കം പിടിച്ച പരിപാടിയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അല്ലേ ചേട്ടൻ? ഇനി മിക്സ് ചെയ്ത് നമുക്ക് തരണം അല്ലേ ജയകൃഷ്ണൻ? അങ്ങനല്ലേ? ആ ഗൈസ് നമുക്ക് ചേട്ടൻ ഇനി മിക്സ് ചെയ്ത് തരണം. അത്ര അല്ലേ? എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് റിലീസ് അല്ലേ? ഗൈസ് നോക്കൂ, അതായത് പിന്നെ അതിന്റെ പാട്ടിന്റെ ഇതുങ്ങൾ എടുക്കാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും അല്ലേ ചേട്ടാ? നമ്മൾ വീഡിയോ അതിന്റെ ഇടയ്ക്ക് ഞാൻ കണ്ണടച്ച് കാണിച്ചിട്ടില്ല എന്ന് പറ ഗൈസ് നോക്കൂ. അപ്പൊ അത് അതിൻ്റെതായ രീതിയിൽ ഇതാട്ടോ, അതുകൊണ്ടാണ് അത് എടുക്കാൻ. എന്തായാലും ഞങ്ങൾ നേരെ ഇനിയിപ്പം എങ്ങോട്ട് പോവാണ്? വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. എന്തായാലും താങ്ക് യു മീറ്റൊക്കെ. ആദ്യത്തെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 2 പാട്ടും പാടിയത് ചേട്ടൻ അല്ലേ? ആദ്യത്തെ പാട്ട് പാടിയതും ചേട്ടനാണ്, ഇപ്പോൾ ഉള്ള പാട്ട് പാടിയതും ചേട്ടനാണ് അല്ലേ? ഗൈസ് നോക്കൂ, നമ്മുടെ മിക്സർ, അതായത് നമ്മുടെ പാട്ടിന് മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ജന്മം നൽകിയ പുള്ളിയാണ്, ചേട്ടനാണ്. ബാക്കി ഗൈസ് നോക്കൂ. അപ്പൊ ഞങ്ങൾ ഇനി നേരെ പിന്നെ നമ്മള് വണ്ടി കിടക്കുന്നിടത്തോട്ട് പോവാട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് പോവാട്ടോ. നല്ല ബ്ലോക്കും ഭയങ്കര തിരക്കുമാണ്. ഇതിന്റെ ഇടയ്ക്ക് വേണം കേട്ടോ നമുക്ക് ഓടി എത്താൻ വേണ്ടി. കാരണം എത്രയും പെട്ടെന്ന് അവിടെ എത്തില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളാവട്ടെ. കാരണം ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് തീർക്കണം. എന്നിട്ട് വേണം നമുക്ക് പോകാം കേട്ടോ. അതിന് ശേഷം നേരെ ജയകൃഷ്ണന്റെ വീട്ടിൽ പോകണം. ജയകൃഷ്ണന്റെ വീട്ടിൽ പോയിട്ട് വേണം ഇന്ന് നമ്മൾ എടുത്ത വീഡിയോസും പിന്നെ അതുപോലെ ഇതൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ ഔട്ട് റെഡിയാക്കി കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഇപ്പം പാടിയ പാട്ടിൻ്റെ റിലീക്ക് വീഡിയോ ഇറക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പരിപാടി തീർത്ത് വേണം ചെല്ലാൻ വേണ്ടി. കാരണം വെച്ചാൽ ജയകൃഷ്ണ 2 മണിക്കൂർ ഒരു 3 മണിക്കൂറെങ്കിലും വേണ്ടോ ഫുൾ എഡ്ജ് ചെയ്ത് ഔട്ട് എടുക്കണേല് അല്ലേ? 3 മണിക്കൂറും വേണം. അതേപോലെ നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്ത് വെച്ചാൽ നാളെ കഴിഞ്ഞത്തോടെ നമുക്ക് നമ്മുടെ പാട്ട് മിക്സ് ചെയ്ത് സാധനം കിട്ടണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ല ബ്ലോക്കും അല്ല സാറ്? ഒരു നരിപ്പൻ സാധനമാണ് അല്ലേ? ഭയങ്കര ഫീല്. അല്ല, ഒരു പ്രത്യേക ഇമോഷണൽ ഫീലിംഗ് വരുന്നില്ലേ? ഗൈസ് നോക്കൂ, ഇനിയിപ്പം അത് ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങളാട്ടോ അതിന്റെ അഭിപ്രായം പറയണ്ടല്ലേ സാറേ? ശരിക്കും നഷ്ടമാവുമെന്ന് ഞാൻ ഉറപ്പുവരും അല്ലേ? അടിപൊളി ഒരു പാട്ടാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും 3-4 ദിവസം കഴിഞ്ഞ് കാണാട്ടോ. നോക്കൂ, മലയാറ്റൂരിന് ആൾക്കാർ നടന്നു വന്ന് നോക്കി. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മള് വർക്ക്ഷോപ്പിലെത്തി. ഇത് നമ്മുടെ വണ്ടി ഇവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഹറിപറിയുള്ള പരിപാടി കേട്ടോ. അതായത് ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഇതില്ലേ, ഇത് തുറക്കുന്നില്ലോ അതിലെ. ഗൈസ് നോക്കൂ, ആദ്യത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സിസ്റ്റം നമ്മളുണ്ടല്ലോ ഇവിടെ ആയിരുന്നുണ്ടോ സെറ്റ് ചെയ്ത. നമ്മൾ ആദ്യം സിസ്റ്റം സെറ്റ് ചെയ്ത അത് ശരിയായില്ല കേട്ടോ. പിന്നെ നമ്മൾ അത് ഇവിടെ തന്നെ ആക്കി, അതായത് നമ്മുടെ ആൻഡ്രോയിഡ് സെറ്റ്. പിന്നെ ആ സാധനം അങ്ങോട്ട് മാറ്റി. പിന്നെ അതേപോലെ തന്നെ വേറെ ഇതാക്കില്ലേ അല്ലേ? ആ ഗൈസ് നോക്കൂ, അതായതുണ്ടല്ലോ ബേക്കില് പിന്നെ ഒരു പൈപ്പ് ലീക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ബേക്കില് ടാങ്കിന്റെ അവിടെ ആ ലീക്ക് ശരിയാക്കി. പിന്നെ ഇനിയിപ്പോ ലാസ്റ്റ് പണിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ചെറിയ ടച്ച് ആൻഡ് പോൾസ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒന്ന് ജോസ്മിൻ സാറിനോടൊപ്പം ഇപ്പോൾ പറഞ്ഞാണ്, അത് മാറ്റണം. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്ന CCTV ഇത് 24 മണിക്കൂർ റെക്കോർഡ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന് സ്വിച്ച് വെച്ചു. കാരണം ആവശ്യമുള്ളപ്പോൾ റെക്കോർഡ് ചെയ്താൽ മതി, അല്ലാത്തപ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടെന്നുള്ള സെറ്റപ്പ് ആക്കി അതാക്കിയില്ലേ? ആവശ്യമുള്ളപ്പോൾ റെക്കോർഡ് ചെയ്താൽ മതി അല്ലേ? പിന്നെ എന്നാ മാറ്റിയേ? സെൻട്രൽ ലോക്ക് ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് ഉണ്ട്. ഓക്കെ നോക്കൂ, ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വണ്ടിയുടെ പരിപാടി ഉണ്ട്, നേരെ തൃശ്ശൂർ കേട്ടോ. അതായത് തൃശ്ശൂർ എഡിറ്റ് ചെയ്യില്ലേ? ഗൈസ് നോക്കൂ, അവൻ എഡിറ്റ് ചെയ്യുന്നുണ്ടോ പറഞ്ഞേ. ഓഫ്, എങ്ങനെയുണ്ട്? സത്യം കേട്ടോ. അതായത് ആൾക്കാരൊക്കെ ചോദിക്കട്ടെ എന്തെങ്കിലും വണ്ടി വെക്കാവോ അതിന്റെ ഇതൊക്കെ കാണിക്കാവുന്ന. സത്യം പറയുമ്പോൾ കോപ്പിറൈറ്റ് അടിക്കാതെ സ്വന്തം പാട്ടുള്ളതുകൊണ്ട് വെക്കാം അല്ലേ? ഗൈസ് നോക്കൂ, അടുത്ത ദിവസം അടുത്ത പാട്ടും കൊണ്ട് വരും. ഗൈസ് നോക്കൂ, ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം. ബാക്കി നമ്മുടെ അടുത്ത യാത്രകളുടെ പേപ്പർ വർക്കും കാര്യങ്ങളും ശരിയാക്കണം. ഇന്ന് നമ്മുടെ RC ബുക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഗൈസ് നോക്കൂ, അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാനായിരിക്കും. അതാണ്.